നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ കണ്ണൂർ എന്ന ജില്ല സംഭാവന ചെയ്ത രാഷ്ട്രീയക്കാർ നിരവധിയാണ്. ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലെയും പവർ ഹൗസ് കണ്ണൂർ ജില്ല തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലെ പ്രമുഖനായ ആലപ്പുഴ MP KC വേണുഗോപാൽ വരെയുള്ളവർ കണ്ണൂർ ജില്ലയുടെ പുത്രന്മാരാണ്. ഒരു കാലത്ത് അക്രമ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായിരുന്ന കണ്ണൂർ ഇന്ന് ഏറെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ CPM അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായി മാറിയ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സദാനന്ദൻ കൂടി രാജ്യസഭയിൽ എത്തുന്നതോടെ കണ്ണൂരിൽ നിന്നുള്ള MP-മാരുടെ എണ്ണം 4ആയി ഉയരും. ഡോക്ടർ V ശിവദാസൻ, ജോൺ ബ്രിട്ടാസ്, P സന്തോഷ് എന്നിവരാണ് നിലവിൽ കണ്ണൂറുകാരായ MP-മാർ. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ എപ്പോഴും ശോഭിക്കുന്ന നേതാവ് കൂടിയാണ്. ഇതുകൂടാതെ ലോക്സഭയിലും ഉണ്ട് കണ്ണൂരിൻ്റെ പവർ. കണ്ണൂരിനെ പ്രതിനിധീകരിച്ച കണ്ണൂർ പയ്യന്നൂർ സ്വദേശി MK രാഘവൻ, കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച തോട്ടട നടാൽ സ്വദേശി K സുധാകരൻ, കണ്ണൂരിനെ പ്രതിനിധീകരിച്ചും ലോക്സഭയിലേക്ക് ജനവിധിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആലപ്പുഴ MP KC വേണുഗോപാലും കണ്ണൂരുകാരനാണ്. 6 MP-മാരാണ് കണ്ണൂർ ജില്ലയ്ക്ക് ഇതുവരെയായി ഉള്ളത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗം. ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് MP. എന്നാൽ ഉണ്ണിത്താൻ കണ്ണൂർ സ്വദേശിയല്ല എന്ന് മാത്രം. ഇതിനിടെയാണ് RSS നേതൃനിരയിൽ നിന്നും കണ്ണൂരിന് മറ്റൊരു MP-യെ ലഭിക്കുന്നത്. വടക്കേയറ്റത്ത് നിന്ന് രണ്ടാമതാണെങ്കിലും രാഷ്ട്രീയത്തിലെ കരുത്ത് കൊണ്ട് കേരളത്തിൽ ഒന്നാമതാണ് കണ്ണൂർ ജില്ല. ആദ്യ ലോക്സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ നേതാവായിരുന്നു കണ്ണൂർ പെരളശ്ശേരി സ്വദേശിയായ AK ഗോപാലൻ എന്ന AKG. ഇന്നും പാർട്ടി ഭേദമന്യേ നേതൃനിരയിൽ ആ രാഷ്ട്രീയ പാരമ്പര്യം കണ്ണൂർ പിന്തുടരുന്നു എന്നത് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിലെ നമ്പർ 1 ജില്ലയായി കണ്ണൂർ മാറുന്നത്. സൗമ്യ സ്വഭാവക്കാരൻ എന്നറിയപ്പെടുന്ന C സദാനന്ദൻ മാസ്റ്ററാണ് BJP നേതൃനിരയിലേക്ക് വരുന്നത്. നിലവിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇദ്ദേഹം. CPM ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട C സദാനന്ദൻ മാസ്റ്റർ ആക്രമണ രാഷ്ട്രീയത്തിൻ്റെ ഇര കൂടിയായാണ് അറിയപ്പെടുന്നത്. കണ്ണൂർ മട്ടന്നൂരിനടുത്തെ ഉരുവച്ചാൽ പെരിഞ്ചേരി സ്വദേശിയായ ഇദ്ദേഹം ബാലഗോകുലത്തിലൂടെയാണ് സംഘ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. 3 പതിറ്റാണ്ട് മുൻപ് CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ 2 കാലുകളും നഷ്ടമായ അദ്ദേഹം കൃത്രിമ കാലിലാണ് സഞ്ചരിക്കുന്നത്. അന്ന് RSS ജില്ലാ സർക്കാര്യവാഹകായിരുന്നു സദാനന്ദൻ. 2016-ൽ കൂത്തുപറമ്പിൽ NDA സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സ്ഥാനാർത്ഥിയായിരിക്കെ മാസ്റ്റർക്ക് വേണ്ടി പ്രചരണത്തിലെത്തിയിരുന്നു. ആക്രമണ രാഷ്ട്രീയത്തിൻ്റെ ഇരകളുടെ പ്രതീകമെന്നും മോദി പറഞ്ഞിരുന്നു. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പദവിയിലൂടെ CPM ആക്രമണ രാഷ്ട്രീയം ചർച്ചയാക്കാനാണ് BJP നീക്കം. 1994 ജനുവരി 25-ന് രാത്രി 8:30-ന് ഉരുവച്ചാലിൽ ബസ്സിറങ്ങിയപ്പോൾ C സദാനന്ദൻ മാസ്റ്ററെ CPM പ്രവർത്തകർ വെട്ടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 കാലുകളും വെട്ടിമാറ്റി. ഇതിനെ തുടർന്നാണ് 26-ന് പുലർച്ചെ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ SFI നേതാവ് KV സുധീഷ് കൊല്ലപ്പെടുന്നത്.